ദിവ്യകാരുണ്യ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഡെയ്സി ബിജോയ്, ഇതെൻ്റെ ഹസ്ബൻഡ് ബിജോയ്. ഞങ്ങൾ ഗുജറാത്ത് സൂററ്റിൽ നിന്നാണ് വരുന്നത്. 2018 ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അത്ര നന്നായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. 2022 എനിക്ക് തന്നെ തോന്നി വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ആവശ്യം ഇതായിരുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ 2022 ഉടമ്പടി പുതുക്കി തിരിച്ച് ഗുജറാത്തിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ തൈലം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ആ പ്രാർത്ഥന ആദ്യം ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു. അതിനുശേഷം വളരെ തീക്ഷ്ണമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ബൈബിൾ എല്ലാ ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ എന്നുള്ളത് സമയമില്ലാതെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പാട്ടുകൾ, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം തന്നെ ജപമാലകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന ഒന്ന് മാറ്റി. ഞാൻ എപ്പോഴും എനിക്ക് വേണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പകരം ഞാൻ പ്രാർത്ഥനയിലൊരു മാറ്റം വരുത്തി. എന്നെപ്പോലെ തന്നെ എനിക്ക് പ്രായക്കുറവാണ്, പക്ഷേ എന്നെക്കാളും പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് അമ്മ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ വചനം എഴുതി. ഞാൻ വചനം എഴുതാൻ തുടങ്ങിയപ്പോൾ കൃപാസന പ്രസാദവര മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഞാൻ ആ പേജ് മുഴുവനും എഴുതിയത്. ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 3 ഡേറ്റാണ് ഞങ്ങൾ കൊടുത്തത്. ഒന്ന് ഫെബ്രുവരി 20 ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആണ്. ജൂൺ 12 എൻ്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ 29 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. കറക്റ്റ് ഫെബ്രുവരി 23-ാം തീയതി, ഫെബ്രുവരി 2023 ഫെബ്രുവരി 20-ാം തീയതി ഞാൻ പ്രഗ്നൻ്റായി. 9 മാസം അമ്മ ഒരു കുറവും കൂടാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ആരുമില്ല. 7 മാസം അവിടെ ആയിരുന്നു. ഒരു കുഴപ്പവും കൂടാതെ അമ്മ എന്നെ കാത്തു പരിപാലിച്ചു. എല്ലാ ദിവസവും തൈലം പൂശി ഞങ്ങൾ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൈകൾ കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ തന്നതിനെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപത്തോടുമായിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു. വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ഹിന്ദി പത്രവും കൊടുക്കുമായിരുന്നു. അവിടെ ഹിന്ദിക്കാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ ഇവിടുന്ന് പത്രം കൊണ്ടുവന്നു, ഒപ്പം കാശ് രൂപമായിട്ട് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് അവിടുത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കി ഞാൻ അവിടെ ഇരിക്കുന്ന വഴിയിലുള്ള എല്ലാവർക്കും, ആരുമില്ലാത്തവർക്കും ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ എന്നിൽ ചിലപ്പോൾ ഞാൻ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഒന്നുമില്ലാതിരിക്കും എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അടുത്ത് കാണുന്ന കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞ് അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. ബൈബിള് ഞങ്ങൾ 2 പേരും ഇരുന്ന് വായിക്കും, ഒപ്പം ഹസ്ബൻഡും വായിക്കും. പിന്നെ അല്ലാതെ ഇരുന്ന് ബൈബിള് ഞാൻ തന്നെ വായിക്കും, ജപമാല ചൊല്ലും. പിന്നെ ഞങ്ങൾ ഗുജറാത്ത് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാം. പക്ഷേ ഗുജറാത്തിൽ നമുക്ക് മലയാള കുർബാനകളൊന്നുമില്ല. ഹിന്ദി കുർബാനയ്ക്കൊക്കെ എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്. പിന്നെ അവിടുത്തെ എല്ലാവരും കൂടി ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അമ്മ മാതാവും ദിവ്യകാരുണ്യ ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾ സാക്ഷ്യമായി നന്ദിയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ള സാക്ഷ്യമാണ്. അപ്പം ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലവത്താകുന്നതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു എന്നുള്ളതും, ഒപ്പം അവർ വന്നു എന്നതിനോടൊപ്പം അവരിതിൻ്റെ പിന്നിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത് അത് അവസാനം പറയുന്നുണ്ട്. ഉടമ്പടി ഒരു തീക്ഷ്ണതയുടെ പ്രാർത്ഥനയും കൂടിയാണ്. ഒരുപക്ഷെ ആത്മീയമായിട്ട്
ഒരു ബേസിക്കായിട്ട് കുറേ പ്രാർത്ഥനകളുള്ളവർ ഒരുപാട് പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. സന്യസ്തരും സമർപ്പിതരും വചനപ്രഘോഷണ മേഖലയിലും കരിസ്മാറ്റിക് രംഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് അവർ പറയുന്നൊരു കാര്യം, ഇത് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, സമയബന്ധിതമായിട്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഉടമ്പടി അവർക്ക് സഹായമാകുന്നുള്ളൂ. അപ്പം ഈ ഒരു തീക്ഷ്ണതയിലേക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു 3 ഡേറ്റ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് മാതാവ് വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് നമ്മളത് പ്രത്യക്ഷീകരണമായിട്ട് ചേർത്ത് വെച്ചാണ് വായിക്കുന്നത്. കാരണം സമയത്തിന് മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്നുള്ള വിശ്വാസ സത്യത്തെ, അല്ലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യത്തെ ലോകം അംഗീകരിക്കുക എന്നുള്ളതാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു സത്യത്തിനെക്കുറിച്ച്. അപ്പം ഒരു ഡേറ്റ് ഇട്ട് ഫെബ്രുവരി 20-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ചെന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സാഹചര്യങ്ങളുടെ ഇതിന് ചെയ്യാനായിട്ടൊരു ശ്രമവുമുണ്ട്. അപ്പം അവർ കൊടുത്ത ഡേറ്റിനെയും അവർ ചൊല്ലിയ പ്രാർത്ഥനയും മാതാവും കൂടെ നിന്നും ആ സമയബന്ധിതമായിട്ട് ഇത് ഞാൻ തന്നെയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ പിന്നിലെന്ന് ദൈവികമായിട്ട് ഇടപെടൽ നൽകി എന്നുള്ളൊരു ബോധ്യം നൽകുന്ന അവർ സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടാണെങ്കിലും ഈ പ്രാർത്ഥന ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഉടമ്പടി ഒരു കുടുംബത്തിൽ ഒരാൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരാൾ എടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ചും ഒപ്പം മറ്റുള്ള എല്ലാ ഉടമ്പടിയിലെ കാര്യങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലഭിച്ച ഒരു കുഞ്ഞിനെ പ്രതിയും ഇവർക്ക് ലഭിച്ച മറ്റ് വിശ്വാസത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.